ഹലോ, ഇന്ന് നമുക്കൊരു കിടിലൻ ചിക്കൻ വരട്ട് ഉണ്ടാക്കിയാലോ? നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ, അത് കുറച്ച് വെറൈറ്റിയാണ്. എന്നാൽ ഈസിയാണ് ഉണ്ടാക്കാൻ, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചിക്കൻ വരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കന് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഉള്ളി 4 പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞു ചെറിയ ഉള്ളിയൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വലിയ വലിയ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ചതച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പെരുംജീരകം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊടിച്ചിട്ടും ചേർക്കാം. പിന്നെ ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്, തക്കാളി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി എടുത്ത് അതേ അളവിൽ തന്നെയാണ് ഇനി മല്ലിപ്പൊടിയും ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ കറി മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ കറി മസാലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ആയാലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുക, അപ്പോൾ ചിക്കൻ വരട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. അപ്പോൾ 1/2 മുറി തേങ്ങയിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിപ്പാൽ വേണം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ, 1/2 കപ്പ് മതി. തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക, ഉടഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ നന്നായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ്, നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കറുവപ്പട്ടയും 2 ഏലക്കയും 4 ഗ്രാമ്പും പിന്നെ ഒരു സ്റ്റാർ ഗോൾഡും ആണ് കേട്ടോ, അതായത് തക്കോലം. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ സ്പൈസസ് ഒക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ചേർക്കുന്നത്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് നമ്മളിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുത്താൽ പോരെ കേട്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാധാരണ പോലെ വഴറ്റിയെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് നമ്മൾ സവാള നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതുപോലെ ചിക്കൻ വരട്ടുണ്ടാക്കിയാൽ. ഇപ്പോൾ കണ്ടോ, സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാളയും ഓയിലും ഒക്കെ നമ്മുടെ ചിക്കനുമേ നന്നായിട്ട് പിടിക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ കുറേ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇടണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വരട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ നല്ലത്. പിന്നെ കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ വരട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ചിക്കനൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. പക്ഷെ നമ്മളൊരു 20 മിനിറ്റൊക്കെ ചിക്കൻ വേവിച്ചെടുക്കണം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തുറന്ന് വെക്കുക കേട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നല്ല പോലെ ഡ്രൈ ആക്കാൻ നിൽക്കണ്ട, കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം വാങ്ങി വെക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവും. ഇനിയിപ്പോൾ നല്ല പോലെ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ച് കളഞ്ഞാൽ മതി. എനിക്കിപ്പോൾ ഇത്രയും മതി കേട്ടോ, ഞാനിപ്പോൾ വരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ചിക്കനിലോട്ടൊക്കെ നല്ല പോലെ മസാല പിടിക്കും. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറൊരു ടേസ്റ്റാണ്, നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ ചെറിയുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നമ്മുടെ ചാനലിലെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ് ആവുന്ന അന്നാണ് കേട്ടോ വിജയെ തിരഞ്ഞെടുക്കുക. ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്